ഹായ് എല്ലാവർക്കും നമസ്കാരം. രാഹുൽ സാറാണ്. അപ്പം എന്തായാലും നമുക്ക് ഇവനെ മാത്രം അങ്ങനെ വെറുതെ വിടണം. ഇവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണ്? ആ ലോസ്, റൂൾസ് ആൻഡ് ഇക്വേഷൻസ്. അപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഇവനെ മാത്രം നമുക്ക് അങ്ങനെ വെറുതെ വിടണ്ട. നമുക്ക് +2 ഇത്രയും ലോസും ഇത്രയും ഇക്വേഷൻസും ഇത്രയും റൂൾസുമാണ് പഠിക്കാനുള്ളത്. അപ്പം ഒരു 8 ലോസ്, റൂൾസ്, ഇക്വേഷൻസ് ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇവനെ മാത്രം നമുക്ക് വെറുതെ വിടണ്ട. അവനെ ഇവിടെ നമുക്ക് അങ്ങ് എടുത്തേക്കാം. അപ്പോൾ നമുക്ക് ലോസിൽ ഹെൻറീസ് ലോ, റൗൾസ് ലോ, കൊളറാഷസ് ലോ, ഫാരഡേസ് ലോ, ദെൻ റേറ്റ് ലോ, ദെൻ റൂൾസിനകത്ത് നമ്മുടെ സ്റ്റേറ്റ്സ് ഓഫ് റൂളാണ്. ഇക്വേഷൻസ് അറീനിയസും നേൺസ്റ്റും ഉണ്ട്. ഇത്രയും ഓരോന്നിനും നമുക്ക് നോക്കാം. ഒന്ന് ഹെൻറീസ് ലോ. അറിയാലോ, ഹെൻറീസ് ലോ പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ ഓഫ് എ ഗ്യാസ് ഈസ് സോളിബിലിറ്റി ഓഫ് എ ഗ്യാസ് അല്ലെങ്കിൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ. P = chi. ഇക്വേഷൻ വരുന്നത് P = kh × chi. ഇമ്പോർട്ടൻ്റ് ആണ്. ഹെൻറീസ് ലോയുടെ ആപ്ലിക്കേഷനും എക്സാമിന് ചോദിക്കാറുണ്ട്. ഹെൻറീസ് ലോ എന്തെന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. അടുത്തത് റൗൾസ് ലോ. റൗൾസ് ലോ എന്ന് പറയുന്നത് ഇതേ ഇക്വേഷൻ തന്നെയാണ്. പ്രഷർ ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ. പക്ഷേ പ്രഷറിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി സൈഡ് മാറ്റം കൊടുക്കുന്നത് അതിൻ്റെ പ്യുവർ കമ്പോണൻറ്റിൻ്റെ വേപ്പർ പ്രഷറാണ്. ഇത് ലിക്വിഡ്സിൻ്റെ കേസിലും ഇത് ഗ്യാസിൻ്റെ കേസിലുമാണ്. ഇത് ഗ്യാസ്, ഇത് ലിക്വിഡ്സ്. അടുത്തത് കൊളറാഷസ് ലോ. നിങ്ങൾക്കറിയാം കൊളറാഷസ് ലോ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ കേസിൽ ഈ റൗൾസ് ലോയിൽ നിന്നാണ് നമുക്ക് ഐഡിയൽ സൊല്യൂഷൻ, നോൺ ഐഡിയൽ സൊല്യൂഷൻ. ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ റൗൾസ് ലോ ഒബേ ചെയ്യുന്ന ആൾക്കാർ, നോൺ ഐഡിയൽ എന്ന് പറഞ്ഞാൽ റൗൾസ് ലോ ഒബേ ചെയ്യാത്ത ആൾക്കാർ. കൊളറാഷസ് ലോ. എന്താ കൊളറാഷസ് ലോ? കൊളറാഷസ് ലോ എന്ന് പറയുന്നത് നമ്മുടെ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ λ0m കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. എന്തോ കൊളറാഷസ് ലോ λ0m ഓഫ് എ വീക്ക് ഇലക്ട്രോലൈറ്റ് AB എന്ന് ഞാൻ എടുക്കുകയാണ് = λ0m ഓഫ് A+. അതിനകത്ത് ഏത് അയോൺ ഉണ്ട്? A+ എന്ന് പറയുന്ന അയോൺ ഉണ്ട്. അതിൻ്റെ λ0m അല്ലെങ്കിൽ അതിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയും B- എന്ന് പറയുന്ന ആളുടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയും കൂടെ കൂട്ടുന്നതായിരിക്കും എന്ത്? ആ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ടോട്ടൽ മോളാർ കണ്ടക്ടിവിറ്റി എന്നാണ് കൊളറാഷസ് ലോ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ഉണ്ട്. അതിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ λ0m മോളാർ കണ്ടക്ടിവിറ്റി മാക്സിമം ആകുമ്പോഴാണ് അതിനെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം അത് കൊളറാഷസ് ലോ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് അതിനകത്തുള്ള ഓരോ അയോൺസിൻ്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കൂട്ടുന്നതായിരിക്കും. അടുത്തത് ഫാരഡേസ് ലോ. ഫാരഡേസിന് 2 ലോസ് ഉണ്ട്. ഫസ്റ്റ് ലോയും ദെൻ സെക്കൻഡ് ലോയും. എന്ത് ഫസ്റ്റ് ലോ പറയുന്നത്? ഫസ്റ്റ് ലോ പറയുന്നത് വെയിറ്റ് ഓഫ് എ സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ്. നമ്മൾ ഇലക്ട്രോളിസിസ് നടത്തുന്ന സമയത്ത് ഡെപ്പോസിറ്റ് ചെയ്ത വെയിറ്റ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ്ഡ്. നമ്മൾ എത്രത്തോളം ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നോ അതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ആളുടെ വെയിറ്റും കൂടിക്കൊണ്ടിരിക്കും. ഇനി പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റം നമ്മളൊരു കോൺസെപ്റ്റ് Z × Q. Z എന്ന് പറയുന്നത് നമ്മളുടെ കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. Z മോളാർ മാസ് / n ഫാക്ടർ × 96,500 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട് നമുക്ക്. ഓക്കെ, Q എന്ന് പറയുന്നത് QIT ആണ്. കറണ്ട് × ടൈമിനെ വിളിക്കുന്ന പേരാണ് Q, ക്വാണ്ടിറ്റി. ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ സെക്കൻഡ് ലോ പറയുന്നത് നമ്മൾ 2 സബ്സ്റ്റൻസ് എടുക്കുന്നു A, B. രണ്ടിനകത്തോട്ട് നമ്മൾ സെയിം ക്വാണ്ടിറ്റി, ഇവിടെ കൊടുക്കുന്ന കറണ്ടും Q ആണ്, ഇവിടെ കൊടുക്കുന്ന കറണ്ടും Q ആണ്. സെയിം ക്വാണ്ടിറ്റി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുകയാണെങ്കിൽ WA/WB ആദ്യത്തെ ആളുടെ വെയിറ്റ് / രണ്ടാമത്തെ ആളുടെ വെയിറ്റ് എന്ന് പറയുന്നത് Z1/Z2 ആയിരിക്കും. അല്ലേ, Z1/Z2 ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ എഴുതാം WA = ZAQT, WB = ZBQT. WA/WB ZA/ZB ആയിരിക്കും. അല്ലെങ്കിൽ Z1/Z1 അല്ല, നമ്മൾ ഏതെന്ന് പറഞ്ഞ് എടുത്തേക്കുന്നത് ZA/ZB ആയിരിക്കും. ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ലോ പറയുന്നത്. നമ്മളൊരു സബ്സ്റ്റൻസ് എടുക്കുന്നു, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നു. എത്രത്തോളം ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നു അത്രത്തോളം ആൾക്കാരുണ്ടാവും. വെയിറ്റ് ഓഫ് സബ്സ്റ്റൻസ് ഉണ്ടാവുന്ന ആളുടെ വെയിറ്റ്, എത്ര ഇലക്ട്രിസിറ്റി നമ്മൾ പാസ് ചെയ്യുന്നു അത്രത്തോളം ഉണ്ടാവും. പ്രൊപ്പോർഷണൽ സൈൻ മാറ്റം കൊടുക്കുന്ന കോൺസ്റ്റൻ്റാണ് Z. ദെൻ സെക്കൻഡ് ലോ പറയുന്നത് 2 ആൾക്കാർ നമ്മൾ എടുക്കുന്നു, ഒരേ കണക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ആളുടെ വെയിറ്റ് / രണ്ടാമത്തെ ആളുടെ വെയിറ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ ആളുടെ Z വാല്യൂ / രണ്ടാമത്തെ ആളുടെ Z വാല്യൂ. ഓക്കെ, നേൺസ്റ്റ് ഇക്വേഷൻ അറിയാമല്ലോ. എന്തോ നേൺസ്റ്റ് ഇക്വേഷൻ? E∞ E0 സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. -0.0591 / n log കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് / കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ട്. ഓക്കെ,
അടുത്തത് അറീനിഫിക്കേഷൻ. എന്താണെന്ന് അറിയില്ല അറീനിഫിക്കേഷൻ. എന്താ അറീനിഫിക്കേഷൻ? K is equal to A e raised to minus EA by RT. എന്താ K? റേറ്റ് കോൺസ്റ്റന്റ്. എന്തോ A? പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ അല്ലെങ്കിൽ ഫ്രീക്വൻസി ഫാക്ടർ. യൂണിറ്റ് ഹെർട്സ് അല്ലെങ്കിൽ സെക്കൻഡ് ഇൻവേഴ്സ്. യൂണിറ്റ് പഠിച്ചു വെച്ചോണേ. ദെൻ EA. എന്താ EA? ആക്ടിവേഷൻ എനർജി. എന്തോ EA? പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ അല്ലെങ്കിൽ ഫ്രീക്വൻസി ഫാക്ടർ. യൂണിറ്റ് ഹെർട്സ് അല്ലെങ്കിൽ സെക്കൻഡ് ഇൻവേഴ്സ്. എന്തോ റേറ്റിലോ? റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും റേറ്റ്. അതാണ് റേറ്റ്. എന്തോ സ്റ്റേറ്റ്സ് ഓഫ് റൂള്? നമ്മുടെ കയ്യിൽ 2 ബീറ്റ ഉണ്ടെങ്കിൽ, 2 ബീറ്റ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അല്ലേ, എലിമിനേഷൻ നടക്കുന്നത് മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബീറ്റയിൽ നിന്നായിരിക്കും. എലിമിനേഷൻ നടക്കുന്നത് മോർ അല്ലേ. നമ്മൾ മറ്റേ ആൽക്കഹോളിക് KOH പഠിച്ചായിരുന്നു, ഓർമ്മയുണ്ടോ? കോൺസെൻട്രേറ്റ് H2SO4. രണ്ടിടത്തും സ്റ്റേറ്റ്സ് ഓഫ് റൂൾ വരുന്നുണ്ട്. ആൽക്കഹോളിക് KOH ആണെങ്കിൽ ഹാലജൻ പോവും, ഹാലജൻ അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബണിൻ്റെ തൊട്ടടുത്ത കാർബണിൽ നിന്ന് ഹൈഡ്രജൻ പോവും, തൊട്ടടുത്ത് 2 കാർബൺ ഉണ്ടെങ്കിൽ നമുക്ക് 2 പ്രൊഡക്റ്റ് കിട്ടും. അതിൽ ഏതിലാണോ കാർബൺ കൂടുതൽ വരുന്ന സൈഡ് അവിടെ നിന്ന് പോകുന്നതായിരിക്കും മേജർ. പഠിച്ചിട്ടുണ്ട്. അതാണ് സ്റ്റേറ്റ്സ് ഓഫ് റൂൾ. ഇത്രയും റൂൾസും ലോസും ഇക്വേഷൻസുമാണ് നമുക്ക് +2 പഠിക്കാനുള്ളത്. ഇതും കൂടെ ഒന്ന് നോക്കിയിട്ട് പോകും. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ?